നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജ്യത്ത് വീണ്ടും ഒരു ലോക്ക്ഡൗൺ വരുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് CJP. കോക്രോച്ച് ജനതാ പാർട്ടി സംഘടനാ നേതാവ് അഭിജിത്ത് ദീപ്കെ പറഞ്ഞിരിക്കുന്നത് വളരെ വൈകാതെ ജന്തർ മന്ദർ പ്രക്ഷോഭം 2 ഉണ്ടാകും. അതായത് ഐതിഹാസികമായ ജന്തർ മന്ദറിലെ പ്രക്ഷോഭം വിജയിച്ചതിന് ശേഷം അവർ പദ്ധതിയിട്ടിരിക്കുന്നത് വീണ്ടും ജന്തർ മന്ദർ വളയാൻ തന്നെയാണ്. കാരണം നിരവധിയാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തോടു കൂടി നരേന്ദ്രമോദിയുടെ കാലാവധി അവസാനിക്കും. അതായത് പ്രധാനമന്ത്രി പദവി അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് അഭിജിത്ത് ദീപ്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. മോദി അഴിമതിക്കപ്പുറത്തേക്ക് ഒരു വലിയ കോക്കസിൻ്റെ നേതാവാണ്. അതായത് അഴിമതി എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല. ഈ രാജ്യം വിറ്റുതുലക്കിയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവനായി കച്ചവടം നടത്തി അതുവഴി കമ്മീഷൻ അടിച്ച് സുഖമായി വിമാനത്തിൽ പറന്ന് കോട്ടും ജാക്കറ്റും സ്യൂട്ടുമൊക്കെ ഇട്ട് നടക്കുന്ന സുഖലോലിപനായ വ്യക്തി. ഇദ്ദേഹം വളർന്നു വന്ന പശ്ചാത്തലവും ഇപ്പോഴത്തെ പശ്ചാത്തലവും നോക്കൂ. വന്ന വഴി അന്നേ മറന്ന ഒരു നേതാവ്. അടൽ ബിഹാരി വാജ്പേയി ഒരിക്കൽ നരേന്ദ്രമോദിയെ മുന്നിലിരുത്തിക്കൊണ്ട് ഗുജറാത്ത് കലാപ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. എനിക്ക് നരേന്ദ്രമോദിയോട് പറയാനുള്ളത് കൃത്യമായും രാജധർമ്മം പാലിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ വർഷങ്ങളായി പാലിക്കാൻ പരിശ്രമിക്കുന്നതും പ്രയാസപ്പെടുന്നതും. അത് കേട്ട് ഊളച്ചിരിച്ച് തള്ളുകയാണ് നരേന്ദ്രമോദി ചെയ്തത്. കാരണം ആ വ്യക്തിക്ക് നന്നായി അറിയാം ഒരു രാജ്യധർമ്മവും പാലിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ടാവില്ല എന്നുള്ളത്. ഗുജറാത്തിലെ അനീതി കാണിച്ചൊരു വ്യക്തി ഈ രാജ്യത്ത് എന്ത് നീതി നടപ്പിലാക്കാനാണെന്ന് അഭിജിത്ത് ദീപ്കെ വ്യക്തമായി ചോദിക്കുകയാണ്. ഈ രാജ്യത്ത് ഇത്രയധികം അനീതിയും അക്രമവും കുടികൊണ്ട് വാഴുന്ന മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം. 2014 മുതൽ 2026 വരെ നരകതുല്യമായാണ് ഒരു വിഭാഗം ജനത ഇന്ത്യയിൽ ജീവിച്ചു പോകുന്നത്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ഐതിഹാസിക സമരങ്ങൾ ഇനിയും നടത്തേണ്ടി വരും. പലർക്കും ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. അതിലൊന്നും തങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങില്ല എന്ന് ഒരു മനുഷ്യൻ അടങ്ങാത്ത കോപത്തോടെ പറയുകയാണ്. അതാണ് അഭിജിത്ത് ദീപ്കയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പവർ എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് സ്ഥാനം വളരെ വൈകാതെ ഉപേക്ഷിക്കുമെന്ന് കങ്കണ റാവത്ത് പറയുമ്പോൾ ചിരിയാണ് ആളുകൾക്ക് വരുന്നത്. അതെ, ശരിയാണ്. ഇത് അവസാനത്തെ ടെനുവറാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്ത്. അതെ, ആദ്യമായും അവസാനമായും 2024 മുതൽ ഇങ്ങോട്ടായിരിക്കും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ അവസാന കാലഘട്ടങ്ങൾ. അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്ന നല്ല നാളുകൾ വരും. അന്ന് ഈ രാജ്യത്ത് അസമത്വം അവസാനിക്കും, അരാജകത്വം അവസാനിക്കും. കൊടി കൊണ്ട് വാഴുന്ന എല്ലാ രീതിയിലുള്ള തെറ്റായ മൂല്യച്യുതി സംഭവിച്ച കാര്യങ്ങളെയും മാറ്റിമറിക്കാൻ രാജീവിൻ്റെ പുത്രൻ വരും എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ് ഈ രാജ്യത്തെ സമ്പൂർണ്ണ വ്യക്തികളും.